കേരളത്തിന്റെ നെഞ്ചു തകർത്ത ജൻസന്റെ യാത്രാമൊഴി. ജൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രുതി ചികിത്സയിലുള്ള കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ശ്രുതിയെ അവസാനമായി കാണിച്ച ശേഷം ജൻസനെ ആണ്ടൂരിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് 3 മണിക്ക് നിത്യസഹായ മാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, എല്ലാവർക്കുമുള്ള സംശയം എങ്ങനെയാണ് അവസാനമായി ശ്രുതിക്ക് ജൻസനെ എന്ത് മാനസികാവസ്ഥയോടെയാണ് കാണാൻ കഴിഞ്ഞത് എന്നാണ്. പ്രത്യേകിച്ചും അപകടത്തിൽ പരിക്കു പറ്റിയിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ശ്രുതി കണ്ടുനിന്നു എന്നതാണ്. ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വിശ്രമത്തിലാണ്. കാലിന് അത്യാവശ്യം സാരമുള്ള പരിക്കാണ് ശ്രുതിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ശസ്ത്രക്രിയയ്ക്ക് കഴിഞ്ഞ ഉള്ള വിശ്രമത്തിനിടെയാണ് ഇപ്പോൾ അവസാനമായി ജൻസനെ ഒരു നോക്ക് കാണുന്നത്. അതിവൈകാരികമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഇപ്പോൾ സെഡേഷനിലാണ് ശ്രുതിയുള്ളത്. കാരണം അതിനുശേഷം ശ്രുതിയെ സെഡേഷൻ മരുന്ന് കൊടുത്ത് മയക്കേണ്ടി വന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഈ സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവരാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നത് ശ്രുതി കാണുന്ന സമയത്ത്. ഇന്നലെ വൈകിട്ട് ശ്രുതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നെങ്കിലും അപ്പോൾ ശ്രുതിയോട് ഈ മരണവിവരം പറഞ്ഞിരുന്നില്ല. ശ്രുതി കണ്ടെങ്കിലും അപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ജൻസനെയാണ് കണ്ടത്. ഇന്ന് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്പലവയലിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകുന്നതിന് മുൻപ് ശ്രുതിയെ കാണിക്കാം എന്നുള്ള തീരുമാനം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ കൽപ്പറ്റ വിരോ ആശുപത്രിയിൽ എത്തിച്ച ശ്രുതിക്ക് മൃതദേഹം കാണാനുള്ള സൗകര്യം ഒരുക്കിയത്. എന്താണെങ്കിലും വളരെ ഇമോഷണലായ ഒരു സമയമായിരുന്നു അത് എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ പരിക്കേറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ശ്രുതി. അതുകൊണ്ട് മരുന്ന് നൽകി ഉറക്കി കിടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതിയെ. ശരി കമൽ.